ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ഹോസ്പിറ്റലിലേക്കുള്ള പാക്കിംഗ് വീഡിയോ ആണ്. അപ്പം ഇതിപ്പോൾ ലാസ്റ്റാണ് ഞാൻ എടുക്കുന്നത്. നാളെ ഞാൻ അഡ്മിറ്റ് ആവാൻ പോവുക. അപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു ഞാൻ. അപ്പോൾ ഒന്ന് ഓർഡറിലൊന്ന് റെഡിയാക്കിയാൽ മതി. എന്തെങ്കിലും എമർജൻസി വന്നാൽ നമ്മൾ ലാസ്റ്റ് മൊമെൻറ്റിൽ പാക്കാൻ നിൽക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഒരു 34 വീക്സ് ആയപ്പോൾ തൊട്ട് എല്ലാം ഞാൻ പേടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇപ്പം ആരും അങ്ങനെ നമുക്ക് ഡയറക്റ്റ് ഈ കൊറോണയ്ക്ക് ശേഷം ആരും നമ്മൾ വാങ്ങിച്ച പോലെ കൊണ്ടുപോകത്തില്ലല്ലോ. എല്ലാം ഒന്ന് വാഷ് ചെയ്ത് ഒക്കെയല്ലേ കൊണ്ടുപോകത്തുള്ളൂ. അത് കാരണം നേരത്തെ എല്ലാം വാങ്ങിച്ചു വെച്ചു. പണ്ടൊക്കെ അമ്മമാരൊക്കെ പറയുമായിരുന്നു ഒന്നും വാങ്ങിക്കത്തൊന്നുമില്ല, ബേബി ഉണ്ടായ ശേഷം വാങ്ങത്തുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും നടക്കില്ല. എല്ലാം എത്ര സ്റ്റെറിലൈസ്ഡ് ആണെന്നും സാനിറ്റൈസ്ഡ് ആണെന്ന് പറഞ്ഞാലും നമ്മളുടെ ഒരു സൈഡിൽ നിന്ന് അത് നമ്മൾ ഒന്നുകൂടെ വാഷ് ചെയ്യുമെന്നെങ്കിൽ ഡെറ്റോളിലോ ജസ്റ്റ് സോപ്പിലോ ഷാമ്പൂലോ ജസ്റ്റ് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് അയൺ ചെയ്ത് വയ്ക്കും. അങ്ങനെ വെച്ചതാണ് കൂടുതലും ഞാൻ. അല്ലാതെ ഫ്രഷായിട്ടൊന്നുമില്ല ക്ലോത്ത്സ് എല്ലാം. ബാക്കി പിന്നെ പാമ്പീസും പാഡും അങ്ങനത്തെ കാര്യങ്ങളേ ഉള്ളൂ. ഇതിൽ ഞാൻ മെയിൻ നമുക്ക് അത്യാവശ്യം വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. ബിക്കോസ് ഒരുപാട് വീഡിയോ കാണുമ്പോൾ എന്തൊക്കെയോ ഒരു വീട് മുഴുവൻ ചുമന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ല. ഞാനിപ്പോൾ സെക്കൻഡ് ഡെലിവറിയാണ്, അപ്പോൾ എനിക്കൊരു എക്സ്പീരിയൻസും ഉണ്ട്. പിന്നെ ഉള്ളൊരു കാര്യം, ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലെ പോലെ ആവത്തില്ല പ്രൈവറ്റ് ഹോസ്പിറ്റൽ. ഇപ്പം അതിൽ തന്നെ പല പല കാറ്റഗറി ഉണ്ട്. അപ്പം അതനുസരിച്ച് നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ വ്യത്യാസം ഉണ്ടാവും. ഇപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ ഇപ്പോഴും വൈറ്റ് ഷർട്ടും വൈറ്റ് മുണ്ടും ഒക്കെ ഇട്ടിട്ടാണ് ഡെലിവറി റൂമിൽ, അതൊക്കെ വേണം. അതേസമയം പ്രൈവറ്റിലാണ് നമ്മൾ ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സ് ഇട്ട് കയറുക, പിന്നെയാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നമ്മൾ അവരുടെ ഗൗണൊക്കെ ആക്കി അങ്ങനെ. അപ്പം ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് പോകേണ്ടവർ അത് തൊട്ട് നമ്മൾ പാക്ക് ചെയ്യണം. പിന്നെ ഫസ്റ്റ് ആരും പറഞ്ഞ് ഞാൻ കാണാത്തൊരു കാര്യം, ഫസ്റ്റ് തിങ് ചെയ്യേണ്ടത് നമ്മുടെ നെയിൽ പോളിഷ് സ്ഥിരം ഇടുന്നവരാണെങ്കിൽ നമ്മുടെ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യുക. അത് എന്തായാലും ഏത് ഹോസ്പിറ്റലായാലും, എന്ത് നോർമലാണെന്ന് പറഞ്ഞാലും സി സെക്ഷൻ ആണെന്ന് പറഞ്ഞാലും ഏത് സർജറിക്ക് പ്രിപ്പയർ ആകുന്നവരാണെങ്കിലും നെയിൽ പോളിഷ് അവർ റിമൂവ് ചെയ്യിക്കും, കയ്യിലെയും കാലിലെയും. അപ്പോൾ അത് നമ്മളൊരു ഇപ്പോൾ പാക്ക് ചെയ്യുന്നതിന് മുമ്പൊക്കെയാണ് സ്ഥിരം നെയിൽ പോളിഷ് ഇടുന്നവരാണെങ്കിൽ ഇച്ചിരി നേരത്തെ റിമൂവ് ചെയ്തിട്ടാൽ നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്ത് വരുന്നതിൻ്റെ കയ്യിലൊരു യെല്ലോ കളർ ഉണ്ടാവും നെയിലിന്. അപ്പം ഈ നെയിൽ പോളിഷ് ഇച്ചിരി നേരത്തെ റിമൂവ് ചെയ്താൽ നമുക്ക് ആ ഒരു വൃത്തികേട് ഒഴിവാക്കാം. എൻ്റെ കൈ ഇച്ചിരി, ഞാൻ കണ്ടിന്യൂസ് ഇച്ചിരി ഡാർക്ക് ഷെയ്ഡ് ഇടുന്ന ആളായിരുന്നു. പിന്നെ ബേബി ഉണ്ടായ ശേഷമാണ് അത് കുറച്ചത്. എന്നാലും ഇപ്പം ഞാൻ ഇട്ട് തുടങ്ങും. ഇപ്പോൾ തന്നെ കഴിക്കുന്ന സ്റ്റേജൊക്കെ ആയപ്പോൾ ഞാനങ്ങനെ ഇട്ട് തുടങ്ങിയായിരുന്നു. എന്നാലും ഞാനിപ്പോൾ റിമൂവ് ചെയ്തു. എന്നാലും ഒരു യെല്ലോയിഷ് കളർ ഉണ്ടായിരുന്നു. ഇനി കുറച്ച് നെയിൽസേ ഉള്ളൂ, അതിപ്പോൾ ഞാനിന്ന് വെട്ടും. അപ്പം അതും കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതാ, നെയിൽ പോളിഷ് എല്ലാം റിമൂവ് ചെയ്യുക. അതെന്തായാലും നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും. പിന്നെ ഗോൾഡും കാര്യങ്ങളൊക്കെ വെറുതെ ഇട്ടുകൊണ്ട് പോകേണ്ട കാര്യമില്ല. അവിടെ ചെല്ലുമ്പോൾ പിന്നെ സൂക്ഷിക്കാൻ ഒരാൾ വേണം. അപ്പോൾ മാക്സിമം മിനിമൽ ഗോൾഡിൽ പോവുക. പിന്നെ അല്ലാതെ അത് സൂക്ഷിക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു പേരൻസിൻ്റെ കയ്യിലായിരിക്കും കൊടുക്കുന്നത്. അവർ ധൃതി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ആ ടെൻഷനിൽ അവർക്കും ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ അതിനൊന്നും ആരും ചാൻസ് കൊടുക്കാതിരിക്കുക. മിനിമം നമുക്ക് അത്യാവശ്യം വേണ്ട മാലയോ റിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോകും. ഒരുപാട് ഗോൾഡൊന്നുമായിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്തത് ബേബിയുടെ സാധനങ്ങൾക്ക് ഒക്കെ മുമ്പ് വാങ്ങിച്ചത് ഒരു 4 നൈറ്റ് ഡ്രസ്സാണ്. നൈറ്റ് ഡ്രസ്സല്ല, ഞാൻ നൈറ്റ് തന്നെയാണ് വാങ്ങിച്ചത് കേട്ടോ. ഒരു നൈറ്റ് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അതെന്തായാലും എനിക്ക് തോന്നുന്നില്ല പെട്ടെന്ന് ഇടാൻ പറ്റുമെന്ന്. ബിക്കോസ് എനിക്ക് എന്തായാലും സിസേറിയൻ ആയിരിക്കും. അപ്പോൾ ഇപ്പം തന്നെ എനിക്ക് ആ സിസേറിയൻ നേരത്തെ ചെയ്ത പാർട്ടിൽ എനിക്ക് ഡ്രസ്സ് മുട്ടുമ്പോൾ ഇറിറ്റേഷൻ ഉണ്ട്. പാൻസ് അങ്ങനെയുള്ളതൊക്കെ ഫ്രീ ആയിട്ട് ഇടാനാണ്. പാൻറ്റീസ് ഇടുമ്പോഴപ്പോഴും അത്രയും ഒരു ഇറിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും താത്തി ഇടുന്നത്. അപ്പം മുകളിലിടാൻ എനിക്ക് എല്ലാവരും പറയും പ്രഗ്നൻസി ലെഗിങ്സ് ഒക്കെ, പക്ഷേ എനിക്കതിങ്ങനെ വയറ് വലിയിരിക്കുന്ന പോലെ തോന്നും. ഒരു കംഫർട്ടബിൾ ആവത്തില്ല. അത് കാരണം ഞാൻ മാക്സിമം നൈറ്റ് ഡ്രസ്സ് പോലത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കി നൈറ്റ് തന്നെയാണ് വാങ്ങിച്ചത്. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഇത്തവണ ഓൺലൈൻ അല്ല വാങ്ങിയത്, ഡയറക്റ്റാണ് വാങ്ങിയത്. ഓൺലൈൻ ഇപ്പം എല്ലാം മറ്റേ ഫ്രോക്ക് നൈറ്റി, എനിക്കത് ഇഷ്ടക്കുറവൊന്നുമില്ല. പക്ഷേ എനിക്ക് 2 സൈഡിൽ സിബ് വരുന്നതിലും നടുക്ക് സിബ് വരുന്നത് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അത് കാരണം ഞാൻ കടയിൽ പോയി തന്നെ വാങ്ങിച്ചത്. ഒരു വൈറ്റാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. എന്നിട്ടും നമ്മുടെ ഉദ്ദേശിച്ച വൈറ്റ് ആകുമ്പോൾ ഷെയ്ഡ് പ്യുവർ കോട്ടണിലുള്ള വൈറ്റ് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഉള്ളിൽ ഷെയ്ഡ് അടിക്കുന്ന പോലെയൊക്കെ തോന്നി. പിന്നെ ഈ ഒരു ലൈറ്റ് 2-3 ലൈറ്റ് കളേഴ്സ് എടുത്തു. അപ്പോൾ അതൊരു
സിസേറിയനായതുകൊണ്ട് എനിക്കൊരു 5 ദിവസം പ്രതീക്ഷിക്കാം. അപ്പോൾ ആ 5 ദിവസത്തേക്കുള്ള നമുക്ക് മാറാനുള്ള ഡ്രസ്സും ആണ് ഫസ്റ്റ് ഞാൻ വാഷ് ചെയ്ത്, പുതിയത് വാങ്ങിയതുകൊണ്ട് വാഷ് ചെയ്ത് അയൺ ചെയ്ത് വെച്ചത്. അപ്പോൾ അതായിരുന്നു ഫസ്റ്റ് പർച്ചേസ്. പിന്നെ അത് ഒരുമാതിരി ഒതുങ്ങിയപ്പോൾ പിന്നെ ഞാൻ ചെയ്തത്, ഇതെല്ലാം ബേബീസിൻ്റെ സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ബേബിയുടെ മറ്റേ നമ്മൾ പണ്ട് എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ പണ്ടിൻ്റെ ഫസ്റ്റ് ഡെലിവറിക്കും അങ്ങനെയായിരുന്നു. അമ്മയൊക്കെ മുണ്ടോ ഇതൊക്കെ എടുത്ത് കട്ട് ചെയ്ത് ഉടുപ്പിക്കും കുഞ്ഞുങ്ങളെ. വീട്ടിൽ വന്നാൽ നമ്മൾ അങ്ങനെ സ്നഗ്ഗി വെക്കത്തില്ലല്ലോ, നൈറ്റ് മാത്രം വല്ല പാമ്പേഴ്സ് വെക്കുള്ളൂ, അല്ലാത്ത ടൈം നമ്മൾ ക്ലോത്ത് തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനിപ്പം മുണ്ടില്ലേ, നിങ്ങളുടെ അച്ഛനൊക്കെ ഇപ്പം ആണുങ്ങളിലൊക്കെ കൈ കാണുമല്ലോ വീട്ടിൽ, ആ മുണ്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടാൽ, ഇപ്പം വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇഷ്ടമുള്ള അത്ര സാധനം ഉണ്ടാവും. അപ്പം ഞാൻ ഒരു 30-40 എണ്ണം ഉണ്ട് എനിക്ക്. അതിൽ കുറച്ച് ഞാൻ എടുക്കുന്നുള്ളൂ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ, ജസ്റ്റ് ഒന്ന് മോഹമൊക്കെ. ബേബിയുടെ ആണെങ്കിൽ നമ്മൾ കുളിപ്പിക്കൊന്നുമില്ല, പിന്നെ ഒരുപാട് കൊണ്ടുപോകേണ്ട കാര്യമില്ല. എന്നാലും ഈ സുസുമൊക്കെ വരും. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എന്തായാലും അവർ സ്നഗ്ഗി വെപ്പിക്കത്തുള്ളൂ. അവർ നമുക്ക് തരുമ്പോൾ തൊട്ട് സ്നഗ്ഗി ഇട്ടാണ് തരുന്നത്, അതായത് ഡയപ്പർ ഇട്ടാണ് തരുന്നത്. അപ്പോൾ പിന്നെ അധികം ആവശ്യമില്ല, എങ്കിലും ഞാൻ കുറച്ച് എടുത്തതാണ്. ഈവൻ നമുക്കാണെങ്കിലും ഒന്ന് ഫേസൊക്കെ വൈപ്പ് ചെയ്യാമല്ലോ എന്നോർത്ത് എടുത്തതാണ് അത്. പിന്നെ വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത്, ബൂട്ടീസും ക്യാപ്പും മിറ്റൻസൊക്കെ. അത് കുറച്ച് ഞാൻ വാങ്ങിച്ച് വാഷ് ചെയ്ത്. നെയിൽസ് കാണും നമുക്ക്, അപ്പം നെയിൽസിനൊന്നും ചെയ്യാൻ പറ്റില്ല ബേബീസിൻ്റെ. അപ്പോൾ ഇവർ മാന്തും. അപ്പോൾ എൻ്റെ മൂത്ത മോൻ്റെത് ഇങ്ങനെ മാക്സിമം ഇങ്ങനെ എലാസ്റ്റിക് ഉള്ളത് നോക്കി വാങ്ങുക. മറ്റേ ഇവിടെ ഒരു ബാൻഡ് ഉള്ളതുകൊണ്ട് അത് കുഞ്ഞുങ്ങളൊന്ന് കൈ തട്ടുമ്പോൾ അത് തെറിച്ച് പോകും. ഈ എലാസ്റ്റിക് ആകുമ്പോൾ അത് ടൈറ്റായിട്ട് നിന്നോളും. അതൊരു നല്ല ഇതാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വാങ്ങിയതെല്ലാം ഇങ്ങനെ ബാൻഡ് ടൈപ്പ് വരുന്ന, അപ്പോൾ അവിടെ എലാസ്റ്റിക് ഒന്നും ഇല്ല, ഇങ്ങനെ ലൂസ്. അപ്പോൾ കയ്യിലേക്ക് ഇങ്ങനെ കിടക്കും, പക്ഷെ അവരൊന്ന് കൈ അനക്കുമ്പോൾ അത് തെറിച്ചു പോകും. മോൻ്റെ നെയിലുണ്ടായിരുന്നു, ജനിച്ചപ്പോൾ തൊട്ട് നെയിലുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ മുഖത്തൊക്കെ 1-2 സ്ക്രാച്ച് വീണു. പിന്നെ ഞാൻ ഇതാ വാങ്ങിച്ചത്, ഇങ്ങനെ എലാസ്റ്റിക് ഉള്ളത്. ഇത് ലവ് ലാപ്പിൻ്റെ കേട്ടോ. ഇതൊക്കെ ആമസോണിൽ നിന്ന് എടുത്തതാണ്. ഞങ്ങളെല്ലാം ആമസോണിൽ നിന്ന് ഇത്തവണ വാങ്ങിച്ചത്. ഫസ്റ്റ് ക്രൈ ഞങ്ങൾക്ക് ഇവിടെ ഡെലിവറി ഓപ്ഷൻ കുറവാണ്, പിന്നെ നമ്മൾ പോയി കളക്ട് ചെയ്യണം. അല്ലെങ്കിൽ ഫസ്റ്റ് ക്രൈ നല്ല കേട്ടോ, എല്ലാം നല്ല പ്രൊഡക്ട്സ് ആയിരിക്കും ഫസ്റ്റ് ക്രൈഡ്. ഒരു 3 സെറ്റും ക്യാപ്പും അങ്ങനെയാണ് വാങ്ങിച്ചത്. അപ്പോൾ കുഞ്ഞിൻ്റെ എല്ലാം കൂടി ഞാനൊരു ഇതുപോലെ ഒരു ബാഗിൽ സെപ്പറേറ്റ് വെച്ച് നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ടല്ലോ. പിന്നെ കുഞ്ഞെടുപ്പം ഇതുപോലത്തെ ഒരു 6 എണ്ണം സെറ്റ് വാങ്ങിച്ചിട്ട് ഇത് ഞാൻ തന്നെ ചെയ്തതാണ് കേട്ടോ. ഇത് വാഷ് ചെയ്യുന്നതിനൊക്കെ മുമ്പ് ചെയ്തിട്ട് വാഷ് ചെയ്ത് വെച്ചതാണ്, അയൺ ചെയ്ത് വെച്ചേക്കുക. ഇനി ഞാൻ അളിക്കുന്നില്ല. ഒരു 6 എണ്ണം. പിന്നെ എനിക്കൊരു റിഗ്രറ്റ് തോന്നിയ പർച്ചേസ് ഇതാണ്, മസ്ലിൻ ക്ലോത്തിൻ്റെ ഭയങ്കര, ഇപ്പോൾ കോട്ടണും നോർമൽ ക്ലോത്തും ബനിയൻ സ്റ്റഫും ഒന്നും ടവൽസ് ഇല്ല. അതിനൊക്കെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഫസ്റ്റ് ക്രൈ മാത്രമേ ഞാനത് കണ്ടുള്ളൂ. ബാക്കിയെല്ലാം ഇതുപോലത്തെ മസ്ലിൻ ക്ലോത്തിൻ്റെ. പക്ഷേ ഇത് എനിക്ക് ഇത് കണ്ടോ, ഇത് ഞാൻ പുതിയത് മിമ്മിയുടെ വാങ്ങിയതാണ്. പക്ഷേ എങ്കിലും വാഷ് ചെയ്തപ്പോൾ അതിൻ്റെ കളർ ഇച്ചിരി ഇത്ര ഡാർക്ക് കളർ ആയതുകൊണ്ടാണ് അത് ഫെയ്ഡായതല്ല, കളർ ഇളകി. കണ്ടോ, ഒരു സുഖം തോന്നിയില്ല. പിന്നെ ഞാൻ എടുത്തതാ കുഞ്ഞിനെ ഒന്ന് കവർ ചെയ്യാനൊക്കെ. എന്തായാലും 36 വീക്സിൽ എടുക്കുമ്പോൾ തീരെ കുഞ്ഞു ബേബി ആയിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചേറെ കവർ ചെയ്യാനൊക്കെ ഉള്ള സാധനങ്ങൾ വേണം. അപ്പോൾ ഇതെല്ലാം ഞാനിപ്പോൾ അടുക്കി വെച്ചതൊക്കെ. ഇതെല്ലാം ബേബീസിൻ്റെ സാധനങ്ങളാണ്. പിന്നെ ഒരു ടവൽ എടുത്തിട്ടുണ്ട്, ഇങ്ങനെ ക്യാപ് ടവലാണ്. അത് 1-2 എണ്ണം എടുത്തിട്ടുണ്ട്. അതെന്തായാലും വേണം ബേബീസിൻ്റെ കാര്യങ്ങളിൽ, അതൊക്കെ വേണം നമ്മളൊന്ന് പുതച്ചെടുക്കാനും അങ്ങനത്തെ കാര്യങ്ങൾ. ബേബീസിൻ്റെ ഡ്രസ്സ് അതാ. പിന്നെ ഇങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ട് പോരാൻ നേരത്ത് ഇടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഓവറാണ്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിങ്ങനെ റോംബറായിട്ടല്ല ഞാൻ വാങ്ങിച്ചേക്കുന്നത്. ഇങ്ങനെ ഒരു ടോപ്പും പാൻറ്റും. ഇത് ഞാൻ ലുലുന്ന് എടുത്തതാണ് കേട്ടോ. കഴിഞ്ഞ സമയം ലുലു പോയപ്പോൾ ലുലുന്ന് എടുത്തതാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഇതിൻ്റെ വൈറ്റ് എനിക്ക് വേണമെന്നുണ്ടായിരുന്നു, ടോപ്പ് വൈറ്റ് ഇവിടെ ഇല്ല. ഇത് 3 എണ്ണം വെച്ച് സെറ്റായിരുന്നു. ടോപ്പ് സെപ്പറേറ്റ് എടുത്തത്. അങ്ങനെ 3 കളർ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും ഇപ്പോൾ വീടിനടുത്തൊക്കെയാണ് ഹോസ്പിറ്റലെങ്കിൽ നമ്മൾ ചിലപ്പം കാറിൽ ഇത്രയും ദൂരം വരണ്ട്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഷോറായി ഇവിടുന്ന് 30 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ കാറിൽ AC വരേണ്ടതുകൊണ്ടാണ് ഇതെടുത്തത്. ഇല്ലെങ്കിൽ കഴിഞ്ഞ ഡെലിവറിക്കൊന്നും നമ്മളങ്ങനെ ഡ്രസ്സൊന്നും വാങ്ങിയില്ല. കെട്ടുടുപ്പും ഇതൊക്കെ തന്നെയല്ലേ ഇടുകയുള്ളൂ, അല്ലാതെ വലിയ ഡ്രസ്സ് ചേഞ്ച് ഒന്നും ബേബിക്കില്ല, നമുക്കേ ഉള്ളൂ.
നമ്മുടെ ഡ്രസ്സ് പോകുമ്പോൾ ഉള്ളൊരു ഡ്രസ്സും വരാനുള്ളൊരു ഡ്രസ്സും അതേ ഞാൻ എടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ പിന്നെ റൂമിൽ തന്നെ ആയിരിക്കുമല്ലോ, നൈറ്റും കാര്യങ്ങളും ഒക്കെ എടുത്തേക്കുന്നത്. പിന്നെ 1-2 ഫേസ് ടവൽ, ഇത് എനിക്കാട്ടോ ഞാൻ എടുത്ത. എനിക്ക് എപ്പോഴും ടവൽ വേണം, ചെറിയ ചെറിയ ടവൽസ് വേണം. ഇതൊക്കെ ഇവിടെ ഇരുന്നതാണ്, ഇതൊന്നും വാങ്ങിയതല്ല. പിന്നെ മറ്റേ ഇത് ഡ്രൈ ഷീറ്റ്, ഇത് രണ്ടെണ്ണം ചെറുത് സ്മോൾ സൈസ് എടുത്തത്. ഇത് ഹോസ്പിറ്റലിൽ വേണം, നമ്മൾ ഡയപ്പർ ചേഞ്ച് ചെയ്യുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ വന്നാൽ അവിടുത്തെ ബെഡ്ഷീറ്റിലാവുമല്ലോ, അതിന് വേണ്ടിയിട്ട് 2 ഡ്രൈ ഷീറ്റ്. ഇത് ഞാൻ വാഷ് ചെയ്തിട്ടില്ല, ഇതിൽ നമ്മൾ ഡയറക്റ്റ് എന്തായാലും കിടത്തത്തില്ലല്ലോ, അത് കാരണം അത് സ്മോൾ സൈസ് എടുത്തേക്കുന്നത്. 2 ഡ്രൈ ഷീറ്റ്. പിന്നെ വൈപ്സ് വേണം, ബേബി പോട്ടിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക്. ഇത് കുറച്ച് ഏറെ ഞങ്ങൾ വാങ്ങിച്ച്, പാമ്പേഴ്സ് വാങ്ങിച്ച്, മിമ്മിയുടെയും വാങ്ങിച്ചിട്ടുണ്ട്. അതറിയാതെ ഓർഡർ ചെയ്തപ്പോൾ വന്നതാ. അപ്പോൾ ഇപ്പോൾ ഇത് ഞാൻ ചെറുതായിട്ട് 2 കൊണ്ടുള്ള കാര്യമില്ല, 1 എടുക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഇരിക്കട്ടെ എന്നോർത്ത് മൂത്തൊരാളുടെ ഉണ്ടല്ലോ, അവരെന്തെങ്കിലുമൊക്കെ ഒപ്പിക്കും. അപ്പോൾ ഇത് വേണം എന്തായാലും, അത് കാരണം ഇത്. പിന്നെ ഞാൻ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ ഞാൻ ലേബർ റൂമിൽ അന്ന് പോയപ്പോൾ സംസാരിച്ചിരുന്നു എന്തൊക്കെ കൊണ്ടുവരണമെന്ന്. അപ്പം അവരെന്നോട് പറഞ്ഞത് കുഞ്ഞുങ്ങളുടെ ഡൈപ്പറും നമ്മുടെ അഡൽട്ട് ഡൈപ്പറും വേണ്ടെന്നാണ്. പക്ഷേ ഞാനത് ഓൾറെഡി ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് മറ്റേ ന്യൂ മോമിൻ്റെ മെറ്റേണിറ്റി പാഡ്സാണ്. ഇത് മറ്റേ ഫിക്സേറ്ററും ഒരു വലിയ പാഡുമായിട്ട് വരത്തില്ല. ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അവിടുത്തെ ഹോസ്പിറ്റലിൽ നിന്ന് തന്ന ഇതായിരുന്നു. പിന്നെ ഞാൻ റീപർച്ചേസ് ചെയ്യേണ്ടി വന്നു, ഒരു പാക്കറ്റ് അവർ തരത്തുള്ളൂ. അപ്പം എങ്ങനെയാണെന്ന് ഇനി അറിയത്തില്ല, വേണ്ടെന്നാ പറഞ്ഞെങ്കിൽ ഞാൻ 2 ഫുള്ള് കൊണ്ടുപോകുന്നില്ല, 1-2 എടുക്കുക. അതുപോലെ ഇതും അവിടെ ഉണ്ട്, നമുക്ക് കൊച്ചിൻ്റെ കൂടെ തരുമെന്നാണ് പറഞ്ഞത്. ഇത് ടേപ്പാണ്, എപ്പോഴും ശ്രദ്ധിക്കാൻ മറ്റേ ടേപ്പ് മോഡൽ, അതായത് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ടേപ്പ് ഇടുന്നതാണ് ബേബീസിന് നല്ലത്. മറ്റേ വലിച്ചിടുന്ന പാൻറ് ടൈപ്പ്. ഫാനിട്ട സൗണ്ട് ആയതുകൊണ്ട് ഞാൻ ഫാനിട്ടില്ല, കാരണം ഭയങ്കരമായിട്ട് വിയർക്കുന്നത്. അപ്പുറത്തെ റൂമിൽ മോനുള്ളതുകൊണ്ട് ഇപ്പുറത്തെ കാരണം AC ഇടാൻ പറ്റത്തില്ല. അയ്യോ നല്ല ചൂടുണ്ട്. അപ്പം ടേപ്പ് ടൈപ്പാണ് നല്ലത്. അപ്പം അത് നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കുക. ഇപ്പം ഇത് വേണ്ടവർ, ഇത് നല്ല കേട്ടോ, വലിയ റേറ്റ് ഇല്ലാത്തത് പാമ്പേഴ്സിനാണ്. പിന്നെ ബേബി ഹഗിൻ്റെ ഉണ്ട്, അത് പ്രീമിയം എടുക്കാൻ നോക്കുക എല്ലാത്തിൻ്റെയും. നമ്മൾ കുഞ്ഞ് ബേബി അല്ലേ, എപ്പോഴും ഡെലിക്കേറ്റ് അല്ലേ, അപ്പം എല്ലാത്തിൻ്റെയും കുറഞ്ഞത് നോക്കാതെ ഇച്ചിരി പ്രീമിയം തന്നെ വാങ്ങിക്കാൻ നോക്കുക എല്ലാവരും. അപ്പോൾ ഇത് രണ്ടും വേണ്ട എങ്കിലും നമുക്കൊരു ബാക്കപ്പിന്, ഇപ്പോൾ അവരെത്ര തരുമെന്ന് അറിയില്ലല്ലോ, അപ്പോൾ നമ്മൾ കരുതുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഓരോരുത്തരുടെ ഹോസ്പിറ്റലിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓരോരുത്തർ കൊണ്ടുപോകേണ്ട സാധനം. നിങ്ങളിപ്പോൾ ലാസ്റ്റ് ചെക്കപ്പൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിക്കുക അവിടെ എന്ത് വേണം, അപ്പോൾ അവർ പറയും, മിക്കവരുത്തും പറഞ്ഞു തരും. എന്നോട് പറഞ്ഞത് നിങ്ങൾക്കുള്ള ഡ്രസ്സ് കൊണ്ടുവന്നാൽ മതി. പിന്നെ ഇപ്പോൾ പഴയ പോലെ അല്ലല്ലോ, ബേബീസിനാരും എല്ലാം വാഷ് ചെയ്തൊക്കെ അല്ലേ ഇടുകയുള്ളൂ. അപ്പോൾ ബേബീസിന് 1 ടവലും എടുത്താൽ മതിയെന്നാണ് എന്നോട് പറഞ്ഞത്. പിന്നെ നമ്മുടെ ഒരു സമാധാനത്തിന് എല്ലാം കൊണ്ടുപോകുന്നു. അപ്പം പാമ്പേഴ്സ്, ഡ്രൈ ഷീറ്റ്. പിന്നെ വേണ്ടത് ഇതൊരു ന്യൂ പർച്ചേസാണ് കേട്ടോ. ഇത് ഫസ്റ്റ് ക്രൈയിൽ നിന്ന് എടുത്തതാ. ഇതിൻ്റെ വലിയ മറ്റേ ഇതുപോലത്തെ സംഭവം കാണും, ഇത് കണ്ടു. ഇതിൻ്റെ മറ്റേ എന്താ ബേബി ക്യാരിയർ പോലെ ഇല്ലേ ഇത് റിസീവ് ചെയ്യുന്നത്, ഇത് ഓൾറെഡി ഉണ്ട്. പക്ഷേ ഞാൻ കൂടുതൽ കണ്ടേക്കുന്നത് ഇതേപോലത്തെ ആണ് വരുന്നത്. ഇത്രയും ഹാർഡല്ല, ഇത്തിരി കൂടെ സ്പോഞ്ച് കൂടിയ ടൈപ്പ്. ഇത് അങ്ങനെയല്ല, ഇത് നല്ല ഒരു സോഫ്റ്റ് ക്ലോത്താണ് കണ്ടോ. ഇത് ഫസ്റ്റ് ക്രൈയിൽ നിന്ന് എടുത്താൽ ഞാൻ, നല്ല സോഫ്റ്റ് ക്ലോത്താണ്. എൻ്റെ 36 വീക്സിലുള്ള ഇപ്പോൾ ഡെലിവറി. ഇപ്പോൾ ബേബി തീരെ കുഞ്ഞായിരിക്കും, അറിയില്ല NIC വെക്കും എങ്ങനെയാണെന്നൊന്നും. അപ്പം നമുക്ക് ഇവർ ഈ പറയുന്ന പോലെ റാപ്പ് ചെയ്തൊക്കെ വെച്ചാൽ 2 തട്ടുമ്പോൾ അതൊക്കെ പോകും. അപ്പോൾ ഇതാവുമ്പോൾ ഇത് കണ്ടോ, ഇതിങ്ങനെ കാൽ 2 കയറ്റി വെച്ചിട്ട് ഇങ്ങനെ വെച്ച് ഇതിങ്ങനെ ഒട്ടിച്ച് വയ്ക്കാം. ഇത് 2 വലിയ വിലയില്ല കേട്ടോ. ഇത് 2 ഞാൻ പറയാൻ ഷുവർനോട് എടുക്കുന്നുണ്ട്, ലൈറ്റ് കളറാണ് എടുത്തത്, വേറെ ഇല്ലായിരുന്നു. എനിക്ക് വൈറ്റ് തന്നെ അങ്ങനെ, ഇത് കോംബോ ആയിരുന്നേ. അപ്പം പിങ്ക് ബേബി ഗേളാണ് ബോയ് ആണ്, പിങ്കും ബ്ലൂ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനങ്ങ് എടുത്തൊരു പിങ്കും, ഇത് കോംബോയിൽ നിന്ന് 300 സംതിങ് ഫസ്റ്റ് ക്രൈയിൽ നിന്ന് എടുത്താൽ കേട്ടോ. ഇത് ഞാൻ 2 എടുക്കും എന്തായാലും, ഇതെനിക്ക് യൂസ് ആകുമെന്ന് നല്ലൊരു തോന്നലുണ്ട്. ബിക്കോസ് കുഞ്ഞു ബേബി ആയിരിക്കുമല്ലോ, AC ആയതുകൊണ്ട് പൊതിഞ്ഞ് കിടത്തണ്ടേ, തണുപ്പെട്ടും പറ്റത്തില്ലായിരിക്കും അവർക്ക്. പിന്നെ ഇത് ഇന്ന് വന്നേ ഉള്ളൂ, ഞാൻ വാഷ് ചെയ്ത് കൊണ്ടുവന്നേ ഉള്ളൂ. ഇത് ഫസ്റ്റ് ക്രൈയുടെ പർച്ചേസാണ്. ഫസ്റ്റ് ക്രൈയുടെ ഇവരുടെ തന്നെയാണ് ഈ ഫസ്റ്റ് ക്രൈയിൽ നിന്ന് എടുത്താണെങ്കിൽ ഇത് ബേബി ഹഗിൻ്റെ പ്രൊഡക്റ്റാണ്.
അപ്പം ഇത് തന്നെയാണ് ഞാൻ മൂത്താക്കം വാങ്ങിച്ചത്. 3 എണ്ണത്തിന് അന്ന് വാങ്ങുമ്പോൾ 700 ഒരു കോംബോയാണ്. 3 എണ്ണം 700 റുപ്പീസിൻ്റെ ആയിരുന്നു. ഇത് എന്തോ ഒരു ഓഫർ കണ്ട് 3 എണ്ണം 400. ഇത്രയും റേറ്റ് കുറഞ്ഞ് ഇത് ഒരു സൈറ്റിലും ഇല്ല കേട്ടോ. ഞാൻ കുറേ നോക്കിയായിരുന്നു. എനിക്കിത് ക്യാപ് ടവലിനേക്കാളും എനിക്ക് ഇതാണ് ഇഷ്ടമായത്. അപ്പം പക്ഷേ ഞാൻ അതായത് മൂത്ത ആളുടെ പർച്ചേസിന് വാങ്ങുമ്പോൾ ഇതിലും കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ടായിരുന്നു തോന്നുന്നു. അത് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല കേട്ടോ. അത് 3 എണ്ണം ഗ്രീൻ ആയിരുന്നു, ഇത് 3 എണ്ണം ബ്ലൂ എടുത്തേക്കുന്നത്. അപ്പോൾ ഞാനത് പറഞ്ഞു നമുക്ക് പോയി വാങ്ങാമെന്ന് പറഞ്ഞു. പിന്നെ പോയി വാങ്ങി, ചടങ്ങായതുകൊണ്ട് ഞാനങ്ങ് ഓർഡർ ചെയ്ത് പിന്നെ പോയി കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നു. ഞാൻ പറയില്ല ഫസ്റ്റ് ക്രൈ ഞങ്ങൾക്ക് ഇവിടെ ഡെലിവറി കാണിക്കുന്നില്ല ഇപ്പം, അത് കാരണം പോയി കളക്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ ഇന്നലെ ഇത് വന്നത്. ഇത് 3 എണ്ണം കേട്ടോ. 3 എണ്ണം 400 ഉള്ളൂ. 400 സംതിങ്. എന്തൊരു ഓഫറായിരുന്നു. കളേഴ്സ് കുറവാണ്. ഇതുണ്ട്, പിന്നെ ഡാർക്ക് വയലറ്റോ അങ്ങനെ എന്തൊരു കളർ യെല്ലോ ഉണ്ടായിരുന്നു. പക്ഷേ യെല്ലോ ഒക്കെ ഡെലിവറി വീണ്ടും വൈകുമായിരുന്നു. അതാണ് പിന്നെ ഞാൻ ഇത് 3 എണ്ണം എടുത്തത്. എനിക്ക് ടവൽസിൽ പൊതിഞ്ഞ് കിടത്തുന്നത് ഭയങ്കര ഇഷ്ടം. പിന്നെ ഞാനൊരു കംഫർട്ടർ വാങ്ങിച്ചു, ബേബി കംഫർട്ടർ. ഇത് ലുലുന്ന് എടുത്താൽ കേട്ടോ. എനിക്ക് കളർ ഭയങ്കര ഇഷ്ടമായി, നല്ല പ്രിൻറ്റും എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇത് ലുലുന്ന് എടുത്തതാണ്. അപ്പോൾ നമുക്കിപ്പം ഫുൾ ടൈം ബെഡിൽ കിടത്തുന്നില്ലല്ലോ. മീൻസ് നമ്മൾ മോസ്കിറ്റോ ബെഡാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഫുൾ ടൈം അതിൽ കിടത്തുന്നില്ല. അപ്പോൾ ഇത് വിരിച്ചതിൻ്റെ അടുത്താണെങ്കിലും ഇച്ചിരി ഒരു കംഫർട്ടർ അല്ലേ. അപ്പോൾ ഇച്ചിരി ഒരു ഇതുണ്ട്, കനമുണ്ട്. അപ്പം ഇത് മടക്കിയിട്ടിട്ട് അതിൽ ഒരു ടവൽ വിരിച്ച് കിടത്താലോ എന്ന് ഓർത്ത് ഞാൻ അങ്ങനെ എടുത്തതാ. ഇതിപ്പോൾ 3 ആൾ കണ്ട ആക്കിപ്പോൾ അത് ആദ്യം കയറി കിടക്കണമെന്ന് പറയും. അത് കാരണം ഒന്നും ഞാൻ വെളിയിൽ എടുത്തിട്ടില്ല. പിന്നെ ഇതൊന്നും പുതിയതല്ല കേട്ടോ. ഇതൊക്കെ എൻ്റെ ഫസ്റ്റ് ഡെലിവറിയുടെ കഴിഞ്ഞ അപ്പം തന്നെ ഞാൻ ഇതുപോലെ പാക്ക് ചെയ്ത്. ഇത് നല്ല യൂസ് ആവുന്നൊരു സംഭവമാണ്. ഇപ്പോൾ എന്ത് വാങ്ങിയില്ലേലും നിങ്ങൾ ഇതിനെന്താ പറയുന്നത്, ഫീഡിങ് പില്ലോ ആണിത്. അപ്പോൾ ഇത് ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് അതുപോലെ കവറിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പുറമെ കിടക്കുന്ന ക്ലോത്തിൽ സിബുണ്ട്. അപ്പോൾ അത് വാഷ് ചെയ്ത് കഴിഞ്ഞ ദിവസം ഞാൻ വാഷ് ചെയ്ത് വെയിലത്തൊക്കെ വെച്ച് ഉണക്കി ഇത് എന്തായാലും ഞാൻ കൊണ്ടുപോകുന്നുണ്ട്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഇത് ഞാൻ കൊണ്ടുപോകുന്നില്ല, ഇതെനിക്ക് യൂസ് ഇല്ല. ഇതും കഴിഞ്ഞ ഡെലിവറിയുടെ കേട്ടോ. പക്ഷേ അമ്മയൊക്കെ ഇപ്പം ഞാനധികം എടുക്കത്തില്ലല്ലോ നമ്മൾ. അപ്പോൾ അമ്മയൊക്കെ പറയും ഇത് എന്തിനാ, അമ്മയ്ക്കൊന്നും ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു ഇത് എടുക്കാൻ. ഇതിൽ കിടന്നിങ്ങനെ ഓടുന്ന ഒരു തോന്നില്ല. നമ്മൾ അപ്പത്തിട്ട് ടവലിൽ പോയി കയ്യിലെടുത്ത കേട്ടോ. ഇത് ആർക്കും അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല. പിന്നെ ഞാനിത് യൂസ് ചെയ്ത് ഇതിൽ 2 സൈഡും തുറന്നെടുത്തിട്ട് ബെഡായിട്ട് കിടത്താം. അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ പെട്ടെന്നൊന്ന് കിടത്തണം തോന്നിയ അങ്ങനെ ഒരു സൗകര്യം. പക്ഷേ ഇത് യൂസ് ചെയ്തിട്ടേ ഇല്ല. ഇതാണ് കഴിഞ്ഞ് ഇപ്പോൾ 2 വർഷമായതാ. അന്ന് തന്നെ പാക്ക്. പക്ഷേ ഇപ്പം ഞാനന്ന് വെയിലത്ത് കിട്ടിയിട്ട് വെച്ചതാ. ഇത് കൊണ്ടുപോകുന്നില്ല, പക്ഷേ ഞാൻ കാണിക്കാൻ വേണ്ടി എടുത്തതാ. പിന്നെ ഇത് ഇത്തവണ പർച്ചേസ് ചെയ്ത് ഇതൊരു ബെഡാണ്, മോസ്കിറ്റോ ബെഡാണ്. ഇത് ലവ്ലാപ്പിൻ്റെയാണ്. ഇത് നമ്മൾ ആമസോണിൽ എടുക്കാം. പക്ഷെ ഒരു ക്വാളിറ്റി തോന്നുന്നില്ല, മെറ്റീരിയൽ വൈസ് കുഴപ്പമില്ല. എനിക്ക് ലൈറ്റ് കളേഴ്സ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കി എടുത്തതാണ്. ഒരു വലിയ ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ കൊണ്ടുപോകണം. ബെഡ് ഞാൻ വേറെ വാങ്ങിയിട്ടില്ല. ബെഡ് മാത്രമായിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ വാങ്ങിയത്, അത് യൂസ് ചെയ്ത് കുറേ. പക്ഷേ ഇത് നമുക്കിപ്പം എന്താണെന്ന് പറഞ്ഞാലും മോസ്കിറ്റോ നെറ്റോട് ഉള്ളതായിരിക്കും നല്ലത്. കൊതുക് എത്ര ഇല്ലെന്ന് പറഞ്ഞാലും നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പം ഇത് ലവ്ലാപ്പാണ് ആമസോണിൽ നിന്ന് എടുത്തത്. പക്ഷേ എനിക്കൊരു അത്ര അങ്ങ് ഇഷ്ടമായില്ല. പിന്നെ ഞാൻ റിട്ടേൺ ചെയ്തില്ല, ലാസ്റ്റ് മൊമെൻ്റാണ് ഇത് വാങ്ങിച്ചത്. അത് കാരണം ഞാൻ എടുത്തു. പിന്നെ ഇത് നമ്മൾ ഇങ്ങനെ വെറുതെ കിടത്തത്തില്ലല്ലോ, ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഇട്ടല്ലേ കിടത്തത്തുള്ളൂ. അത് കാരണം പിന്നെ ഞാൻ അങ്ങനെ എടുത്ത് വെച്ചതാണ്. ഇതും കൊണ്ടുപോകണം, ഇത് ബെഡ് എന്തായാലും കൊണ്ടുപോകണം. പിന്നെ അവിടെ ചെന്നിട്ട് ചില പ്രശ്നം കൊണ്ട് പറഞ്ഞാൽ വാങ്ങാമെന്ന് ഞാൻ വിചാരിക്കും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മുടെ ബേസിക് കാര്യങ്ങൾ, ഷാംപൂ, പിന്നെ എന്താ പറയുക, കുഞ്ഞിനായിട്ട് നമ്മൾ ഒരു അങ്ങനത്തെ പ്രൊഡക്ട്സും വാങ്ങണ്ട. ഷാംപൂവോ ഓയിലോ സോപ്പോ ഒന്നും വേണ്ട. നമ്മൾ എന്തായാലും ഇതൊന്നും ഉപയോഗിക്കാൻ പോകുന്നില്ല ബേബീസിന് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ. അതൊക്കെ വേസ്റ്റാണ്. നമ്മൾ വീട്ടിൽ മേടിച്ച് വെച്ചു, വീട്ടിൽ കൊണ്ടുവന്നാലും അവർ പറയും നമ്മുടെ ആ പൊക്കിൽ കൂടി ഉണങ്ങിയിട്ടേ കുഞ്ഞിനെ കുളിപ്പിച്ച് തുടങ്ങാവുള്ളൂ. അത് എന്തായാലും ഒരു 7 ഡേയ്സോ, ചിലത് എൻ്റെ മൂത്ത മോന് 14 ദിവസം കഴിഞ്ഞാൽ അത് അടന്ന് പോയത്. അപ്പോൾ അതുവരെ നമുക്ക് കുളിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ നമ്മൾ വൈപ്സ് ഇട്ട് തുടക്കുകയോ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞ് തുടക്കുകയൊക്കെ ഉള്ളത്, ഷാമ്പൂ എണ്ണയൊന്നും ഇട്ട് ആരും കുളിപ്പിക്കത്തില്ല. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ ഇച്ചിരി കഴിയുമ്പോൾ നമുക്ക് വാങ്ങിച്ചാൽ മതി. പതിയെ ധൃതി വെച്ചാൽ അതൊന്നും വാങ്ങണ്ട. പിന്നെ നമുക്ക് വേണ്ട ബേസിക് ബ്രഷ്, പേസ്റ്റ്,
ഷാംപൂ, സോപ്പ് സോപ്പ് അല്ലെങ്കിൽ ഷവർ ജെല്ല്, പിന്നെന്താ പറയാൻ പ്രത്യേകിച്ച് മോയ്സ്ചറൈസർ, പിന്നെ ബ്യൂട്ടി പ്രൊഡക്ട്സ് വേണ്ടവരാണ് അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മതി. അപ്പം ഇത്രയൊക്കെ മതി. മെയിനായിട്ട് കുഞ്ഞിൻ്റെ കെട്ടുടുപ്പും ടവലും എന്തെങ്കിലും ഇപ്പം ബർപ്പിംഗ് ക്ലോത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി സാധനങ്ങളുണ്ട്. ഇതൊക്കെ അങ്ങനെ നമ്മൾ സ്പെസിഫിക് ഓരോ കാര്യത്തിൽ ഉപയോഗിക്കുന്നില്ല. പെട്ടെന്ന് കുഞ്ഞിന് ബർപ്പ് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന കുഞ്ഞിൻ്റെ ടവൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ തുണി കുഞ്ഞിനെ ഉടുപ്പിക്കാൻ, അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അല്ലാതെ വെറുതെ ഇതൊക്കെ മേടിച്ച് പൈസ കളയണ്ട. ഇപ്പോൾ ആദ്യമായിട്ട് പേരൻ്റ് ആകുന്നവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ഇത് കാണുമ്പോൾ നല്ല പ്രിൻസും ഇതൊക്കെ കാണുമ്പോൾ എല്ലാം മേടിച്ച് കൂട്ടും. ഇതിനൊന്നും ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഉടുപ്പും ഡൈപ്പറും ആണ് വേണ്ടത്, അത്രയേ ഉള്ളൂ. പിന്നെ ടവൽസും, പിന്നെ കൂടുതൽ നമ്മുടെ ആവശ്യത്തിനുള്ള സാധനങ്ങളാണ്. ഡ്രസ്സും ചപ്പൽ എല്ലാവരും ഒന്ന് കരുതുക. ഒരു ചപ്പൽ നമുക്ക് അവിടെ ചെന്നാൽ നമ്മൾ വെളിയിലിട്ട് നടക്കുന്ന ചെരുപ്പിട്ട് നടക്കുക അത്ര കംഫർട്ടബിൾ ആയിരിക്കത്തില്ല. ഇപ്പോൾ സർജറി ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോകണമെങ്കിൽ ലൂസായിട്ടുള്ളൊരു ചപ്പൽ കരുതുക. ബ്രഷ്, പേസ്റ്റ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ, നമുക്കുള്ള ഓയിലോ ഷാമ്പൂ അങ്ങനത്തെ കാര്യങ്ങൾ, അതൊക്കെ ഉള്ളൂ. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ മാത്രമല്ല, എനിക്കിപ്പം ഇത് തന്നെയല്ല, മൂത്താക്കുള്ളത് വേണം. പിന്നെ ഹസ്ബൻഡ്, അമ്മ. അപ്പോൾ ഞങ്ങളൊരു ഫാമിലി ട്രിപ്പ് പോകുന്ന പോലെയാണ് എല്ലാം പാക്ക് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ഓൾമോസ്റ്റ് സെറ്റായി. ഞാൻ പിന്നെ പാൻറ്റീസും ഇതുകൊണ്ട് കേട്ടോ, എൻ്റെ ഡ്രസ്സിൻ്റെ കൂടെ തന്നെ വെച്ചിട്ടുണ്ട്. പാൻറ്റീസും നമ്മുടെ ബ്രായും പാൻറ്റീസും. അത് ഞാൻ വെറുതെ മെറ്റേണിറ്റി ബ്രാ ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ല. വാങ്ങിക്കുന്നവർക്ക് വാങ്ങിക്കാം, പക്ഷേ എനിക്കത് ഇത്രയും എക്സ്പെൻസീവ് സൈഡിൽ അത് വാങ്ങിച്ചിട്ട് നമ്മൾ ഈ ഒരു കൂടുതലും ഞാൻ ലൈറ്റ്ലി പാഡഡാണ് വാങ്ങിക്കുന്നത്. എനിക്ക് നിപ്പിൾ കവറേജ് കിട്ടാൻ വേണ്ടി ലൈറ്റ്ലി പാഡഡാണ് ബ്രായൊക്കെ വാങ്ങുന്നത്. അപ്പോൾ പിന്നെ ഇത്രയും എന്തായാലും മെറ്റേണിറ്റി ബ്രായിൽ പാഡ് ഉണ്ടാവില്ല. ഇത്രയും നമ്മൾ എക്സ്പെൻസീവ് സാധനം വാങ്ങിയിട്ട് വീട്ടിൽ മാത്രമേ ഇടാവുന്നേ ഉള്ളൂ, വെളിയിലേക്ക് അത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പിന്നെ അപ്പോൾ പിന്നെ ഞാൻ മെറ്റേണിറ്റി ഒന്നുമല്ല, നോർമൽ ലൈറ്റ്ലി പാഡഡ് ബ്രായാണ് വാങ്ങിച്ചിരിക്കുന്നത്. നോർമൽ ലൈറ്റ്ലി പാഡഡ് ബ്രായാണ് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ യൂസ് ചെയ്യാം. പിന്നെ വെറുതെ നമ്മൾ അതിന് മാത്രമായിട്ട് ഇങ്ങനെ വാങ്ങിച്ച് സ്പെൻഡ് ചെയ്യുന്നവർക്ക് സ്പെൻഡ് ചെയ്യാൻ കുഴപ്പമില്ല. ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഓരോരുത്തരുടെ കംഫർട്ടാണല്ലേ. അപ്പോൾ പിന്നെ അത് പാൻറ്റീസും ബ്രായും നമ്മുടെ ഡ്രസ്സ്, പിന്നെ ഞാൻ പറഞ്ഞ പോലെ നെയിൽ പോളിഷൊക്കെ റിമൂവ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇപ്പം എന്നെ പോലെ ഒരുപാട് പേർക്ക് ജൂണിൽ ഡ്യൂ ഡേറ്റ് ഉണ്ട്. എൻ്റെയും ഡ്യൂ ഡേറ്റ് ജൂണായിരുന്നു. പക്ഷേ എനിക്ക് 37 വീക്സിൽ ലാസ്റ്റ് ഡെലിവറി നടന്നുകൊണ്ട് എനിക്ക് ഇവിടുന്ന് പെയിൻ വന്ന് അവിടെ വരെ ചെന്ന് വണ്ടി ഓടിച്ച് എല്ലാം പറ്റാത്ത കൊണ്ടും ഞാൻ റിക്വസ്റ്റ് ചെയ്തൊരു ഡേറ്റ് എടുത്ത് നമ്മളപ്പോൾ അങ്ങനെ സിസേറിയൻ ചെയ്യുവാണ്. അതുമല്ല, എൻ്റെത് 2 ഇയേഴ്സ് ആയിട്ടുള്ളൂ. കറക്റ്റ് ഇപ്പം എൻ്റെ ഫസ്റ്റ് മോന് 2 ഇയേഴ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ അത്രയൊരു ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് നോർമലിലേക്ക് പോകേണ്ട. നോർമൽ വേണേൽ ട്രൈ ചെയ്യാം, പക്ഷേ ചാൻസസ് കുറവാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആദ്യത്തെ ഡെലിവറി പെയിൻ മുഴുവൻ അനുഭവിച്ച് രണ്ടാമത് സിസേറിയൻ ആവേണ്ട അതിനെനിക്കിനി വയ്യ. അത് കാരണം ഞാൻ എൻ്റെ പറഞ്ഞ സിസേറിയൻ തന്നെ മതി എന്നുള്ള ഇതിൽ നമ്മൾ ഡോക്ടറെ റിക്വസ്റ്റ് ചെയ്ത്, അപ്പോൾ ഡോക്ടർ അങ്ങനെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞേക്കും. അപ്പോൾ നാളെ അഡ്മിറ്റ് ആവുകയാണ്. അയ്യോ, ഇത്ര കഥയ്ക്കുന്നുണ്ട്. എല്ലാവരും ചോദിക്കുന്നുണ്ട് വർത്താനം പറയുമ്പോൾ കഥയ്ക്കുന്നത്. വർത്താനം പറയുമ്പോൾ ഇത്തിരി സ്പീഡ് കൂടും, അപ്പോൾ കഥച്ചും പോവും. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഇച്ചിരി പേടിയൊക്കെ ഉണ്ട് നാളെ പോകില്ല. അപ്പോൾ ഈ പാക്കിംഗ് വീഡിയോ എനിക്ക് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യണമെന്നായിരുന്നു. ഒരുപാട് സാധനങ്ങളൊന്നും അധികം ചവറ് പോലെ വാങ്ങിപ്പിക്കാതെ. വേസ്റ്റ് ആവും, പിന്നീട് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഫസ്റ്റൊക്കെ ഉള്ളവരാണെങ്കിൽ ഒത്തിരി സാധനമൊക്കെ വാങ്ങിച്ച് കൂട്ടത്തില്ലേ. അപ്പം മിനിമലായിട്ട് എങ്ങനെ നമുക്ക് പോവാം എന്നുള്ളൊരിതാണ് ഞാൻ കാണിച്ചത്. അത്യാവശ്യ സാധനങ്ങൾ നമ്മുടെ കുഞ്ഞിൻ്റെ മാത്രം. അതിൽ ഈ പറയുന്ന പില്ലോ മാത്രമാണ് എനിക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത്. നമുക്കത് എനിക്കൊന്ന് സി സെക്ഷൻ ആയതുകൊണ്ട് ഇനി ഇരുന്ന് പാലെടുക്കുമ്പോൾ ഇത് ബെൻഡാവാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ പില്ലോ വെച്ച് കൊടുക്കുമ്പോൾ ഒരു സൗകര്യമായിരുന്നു. അപ്പോൾ അതെൻ്റെ ഓൾറെഡി എന്തെങ്കിലും ഉണ്ടായിരുന്നതാണ്. ബാക്കിയെല്ലാം എൻ്റെ ഈ ചെറിയ ഒരു ബാക്ക് പാക്കിംഗ് വീഡിയോയിൽ ഞാൻ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം വേറെ പ്രത്യേകിച്ച് പറയാനെങ്കിൽ എന്താ ഉള്ളത്, വേറെ വേണമെങ്കിൽ അതൊരു ലിസ്റ്റാക്കി ഇടാം എന്താ അത്യാവശ്യം വേണ്ടെന്നുള്ളത്. ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ ഓരോരോ കുഞ്ഞിന്. പിന്നെ ഒരുപാട് സാധനങ്ങളും സോപ്പും ജീപ്പും കണ്ണാടി അതൊക്കെ നമുക്ക് വേണേൽ കൊണ്ടുപോകാം. കുഞ്ഞിനായിട്ട് അതൊന്നും വാങ്ങേണ്ട കാര്യമില്ല. കുഞ്ഞിന് മെയിൻലി ഉടുപ്പും ഡൈപ്പറും ഒക്കെ തന്നെ മതി, അത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സ് ഇതുപോലെ ഡെലിവറി ഡേറ്റ് അടുക്കാറായി ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. അപ്പം വീണ്ടും വീഡിയോ അല്ല, ഇനി അടുത്തത് നമ്മുടെ നാളെ ഹോസ്പിറ്റലിൽ പോവാണ്. ഞാൻ വീഡിയോ എടുക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ഡെലിവറിയുടെയൊക്കെ.
അപ്പം അറിയില്ല എങ്ങനെയാണെന്ന്. മോനോടുള്ളതുകൊണ്ടേ പറ്റത്തില്ല, ഹസ്ബൻഡും അമ്മയിലേ ഉള്ളൂ, പാടാണ്. അപ്പം മാക്സിമം ഞാൻ നോക്കാം. അപ്പം എല്ലാവർക്കും ഇനി ഞാൻ ഡെലിവറി വീഡിയോ ആയിട്ട് കാണാം. അത് ഇത്ര എനർജി ഒന്നും ഉണ്ടാകത്തില്ല മിക്കവാറും, എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പം എല്ലാവർക്കും ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവർ ബൈ ബൈ.